ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. സെപ്റ്റംബർ 15 വ്യാകുല മാതാവ്. ബെനഡിക്റ്റ് 13 മാർപ്പാപ്പ 1727 സെപ്റ്റം ദൊളോരും എന്ന ഡിക്രിയിലൂടെ ആണ് ഈ തിരുനാൾ സഭയിൽ വ്യാപകമാക്കിയത്. ഈ തിരുനാൾ ഈ ഡിക്രി പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു. അതിനെ കുറച്ചുകൂടി വ്യാപകമാക്കാൻ വേണ്ടിയാണ് ഈ ഡിക്രി പുറപ്പെടുവിച്ചത്. 7 വ്യാകുലങ്ങൾ എന്നാണ് സെപ്റ്റം ദൊളോരും എന്ന ലത്തീൻ തലവാചകത്തിൻ്റെ അർത്ഥം. യേശുവിനെ അവൻ്റെ മാതാപിതാക്കൾ ദേവാലയത്തിൽ സമർപ്പിച്ചു, പരിച്ഛേദനം നടത്തി, പേരിട്ടു. ആ സമയത്ത് യെരൂശലേം ദേവാലയത്തിലെത്തിയ പ്രവാചകനായ ശിമിയോൻ ഉണ്ണിയേശുവിനെ കൈകളിലെടുത്തു. പിന്നെ ശിമിയോൻ അവരെ, മറിയത്തെയും ജോസഫിനെയും അനുഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു, ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ തർക്കവിഷയമായ അടയാളവുമായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൊരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. ലൂക്കായുടെ സുവിശേഷം 2:34-35. ഈ തിരുവചനത്തെ അനുസ്മരിച്ചുകൊണ്ട് സഭ നടത്തിയ ഫലപ്രദമായ ധ്യാനത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ തിരുനാളാണ് വ്യാകുല മാതാവിൻ്റെ തിരുനാൾ. പല പേരുകളിലാണ് ഈ തിരുനാൾ അറിയപ്പെടുന്നത്. ആംഗലേയത്തിൽ അവർ ലേഡി ഓഫ് സോറോസ് എന്ന് പറയും. നമ്മുടെ വ്യാകുലങ്ങളുടെ, ദുഃഖങ്ങളുടെ നാഥ, വ്യാകുലങ്ങളുടെ നാഥ. ലത്തീനിൽ വേറൊരു പ്രയോഗമുണ്ട്, ബയാത്ത മരിയ വീർഗോ പെർദോലൻസ്. അനുഗ്രഹീത മറിയം, വ്യാകുലങ്ങളുടെ കന്യക എന്ന് അതിന് ആക്ഷരികം. മലയാളത്തിൽ നമ്മൾ വ്യാകുല മാതാവ് എന്ന വാക്കാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ലത്തീൻ ലിപ്യന്തരം അല്ലെങ്കിൽ ലത്തീൻ തത്സമമാണ്, അല്ലെങ്കിൽ ലത്തീൻ വാക്കാണ് മാഥർ ഡൊളോറോസ. മാഥർ ഡൊളോറോസ, മദർ ഓഫ് ഡോളേഴ്സ്. ഡോളേഴ്സ് എന്ന് വെച്ചാൽ യൂറോ, ഡോളർ, റുപ്പി, ആ ഡോളർ അല്ല, സ്പെല്ലിംഗ് വ്യത്യാസമുണ്ട്. ഡോളേഴ്സ്, DOLOURS, ഡോളേഴ്സ്, വ്യാകുലങ്ങൾ. ഇപ്പോൾ അടുത്ത കാലത്തൊക്കെ ഈ വ്യാകുല മാതാവ് എന്നതിനേക്കാൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന വാക്ക് മദർ ഓഫ് കമ്പാഷൻ എന്നാണ്. അലിവിൻ്റെ അമ്മ, അലിവിൻ്റെ അമ്മ. കുരിശിന് താഴെ, യേശുവിൻ്റെ കുരിശിന് താഴെ മറിയം നിൽക്കുന്നു. യോഹന്നാൻ സുവിശേഷം 19:25-27. ഹൃദയനീറ്റിലൂടെയാണ് മകൻ്റെ മരണം. മനുഷ്യോമച്ചത്തിന് ഹൃദയനീറ്റിലൂടെയാണ് മറിയം അവിടെ നിൽക്കുന്നത്. എങ്കിലും തൻ്റെ മകൻ്റെ മരണം മനുഷ്യോമച്ചത്തിന് പാപമോചനവും ശിക്ഷയിൽ നിന്നുള്ള ഇളവും രക്ഷയും നിത്യജീവനും ആകുമല്ലോ എന്ന് ധ്യാനിച്ചുകൊണ്ടും അതിന് സമ്മതം മൂളിക്കൊണ്ടുമാണ് മറിയം അവിടെ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ രക്ഷയ്ക്ക്, മനുഷ്യോമച്ചത്തിൻ്റെ രക്ഷയ്ക്ക് തൻ്റെ മകൻ്റെ മരണം കാരണമാകും. നമ്മുടെ പാപങ്ങളുടെയൊക്കെ ശിക്ഷയായിട്ടുള്ള മരണം അവൻ തൻ്റെ മേൽ വഹിക്കുന്നു. ഇക്കാര്യങ്ങളൊക്കെ ധ്യാനിച്ചു കൊണ്ടാണ് മറിയം അവിടെ നിൽക്കുന്നത്. മറിയത്തിൻ്റെ സ്വഭാവം തന്നെ അങ്ങനെയാണ്, ആധ്യാത്മികത തന്നെ അങ്ങനെയാണ്. ലൂക്ക 2:19-51 അത് പറയുന്നുണ്ട്. അതിനാൽ അലിവിൻ്റെ അമ്മ, നമ്മളോടുള്ള അലിവിൻ്റെ അമ്മയായിട്ടാണ് അവിടെ നിൽക്കുന്നത്. വ്യാകുലങ്ങളുടെ മാതാവ് എന്നതിനേക്കാൾ ആ ചിന്തയിൽ നിന്നാണ് ഇപ്പോൾ വ്യാകുല മാതാവ് എന്നതിന് പകരം അലിവിൻ്റെ അമ്മ എന്ന തരത്തിൽ ഈ തിരുനാളിനെ പുനർനാമകരണം ചെയ്യുന്നത്. എങ്കിലും 7 വ്യാകുലങ്ങൾ എന്നുള്ളത് അവിടെ ഉണ്ട്. മറിയത്തിന് 7 വ്യാകുലങ്ങൾ ബൈബിളിലുണ്ടത്. ബൈബിളിലുള്ള തിരുവചനങ്ങൾ ഒരു തിരുനാൾ രൂപത്തിൽ നമ്മൾ ആചരിക്കുന്നു. തിരുവചനങ്ങളിലേക്ക് ആഴപ്പെടാനും തിരുവചനങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മരിയ ചിത്രം കുറെ കൂടി മിഴിവോടെ ധ്യാനിക്കാനും അങ്ങനെ ശരിക്കും യേശുവിന് ശിഷ്യന്മാരാകാനുമുള്ള ഒരു പ്രചോദനമാണ് ഈ തിരുനാൾ. 7 വ്യാകുലങ്ങൾ ഏതാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം. ഒന്ന്, ഇപ്പം നമ്മൾ കേട്ട ശിമിയോൻ്റെ പ്രവചനം തന്നെ, ലൂക്കായുടെ സുവിശേഷം 2:34 ഇല്ലേ, ഇവൻ തർക്കവിഷയമായിരിക്കും, ഇടർച്ചയുടെ കല്ലായിരിക്കും, അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടും, പലരുടെയും വീഴ്ചയ്ക്കും പലരുടെയും ഉയർച്ചയ്ക്കും കാരണമാകും. ഇതെല്ലാം ഒരു ശിശുവിനെ കുറിച്ച് പറയുമ്പോൾ അമ്മയുടെ ഹൃദയത്തിലുണ്ടാകുന്ന, ഇല്ലേ, നിന്റെ ഹൃദയത്തിലൊരു വാൾ തുളച്ച് കയറും,
അതൊരു വ്യാകുലം തന്നെയാണ്. ഹൃദയത്തിൽ വാള് തുളച്ച് കയറുന്ന തരത്തിലുള്ള വേദന മറിയം അനുഭവിക്കേണ്ടി വരും. അതാണ് ഒന്നാമത്തെ വ്യാകുലം. രണ്ടാമത്തത് ഈജിപ്തിലേക്കുള്ള പലായനം. മത്തായിയുടെ സുവിശേഷം 2-ാമത്തെ അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ. ഈജിപ്തിലേക്ക് ഇല്ലേ കുഞ്ഞിനെയും അവൻ്റെ അമ്മയെയും എടുത്ത് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക, കുഞ്ഞിനെ കൊല്ലാനായിട്ട് ഹെരോദസ് ആലോചിക്കുന്നുവെന്ന് കർത്താവിൻ്റെ മാലഖ ജോസഫിന് പറഞ്ഞതനുസരിച്ച് പലായനം ചെയ്യുകയാണ്. ഇപ്പോൾ നമുക്ക് അഭയാർത്ഥികളുടെ മാതാവ് എന്ന് പറഞ്ഞിട്ട് ഇല്ലേ, അഭയാർത്ഥികളുടെ മാതാവ് അല്ലെങ്കിൽ കുടിയേറ്റക്കാരുടെ മാതാവ് എന്ന് പറഞ്ഞിട്ട് ഒരു വാഴ്ത്തുമൊഴി നമ്മുടെ കൊന്തയിൽ, വചനക്കൊന്തയിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ. പലായനം ചെയ്ത തിരുക്കുടുംബം, അത് മറിയത്തിന് എന്തുമാത്രം വേദന ഉണ്ടാക്കി എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്, ചിന്തിക്കാവുന്നതാണ്. മൂന്നാമത്തെ വ്യാകുലം എന്ന് പറയുന്നത് യേശുവിനെ ദേവാലയത്തിൽ കാണാതായി 3-ാം ദിവസം കണ്ടെത്തുന്നു. ഒരു മകനെ കാണാണ്ടായാലത്തെ ഒരു അപ്പനമ്മയ്ക്കുണ്ടാകുന്ന വേദന ചിന്തിക്കാൻ കഴിയുമോ? സ്കൂളിൽ പോയി കുട്ടി തിരിച്ചു വന്നില്ലെങ്കിൽ ആ കുടുംബത്തിനുണ്ടാകുന്ന ആധി വ്യാധി വേദന നമ്മളിപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ കുട്ടികൾ തട്ടിക്കൊണ്ടുപോക്കൊക്കെ നമ്മൾ ഒരുപാട് കാണുന്നതാണ്. എന്നിട്ട് അല്ലേ ഞാൻ എൻ്റെ കഥകളിലേക്ക് പോകേണ്ട കാര്യം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ എന്തുമാത്രം വേദനയായിരിക്കും ഈ യേശുവിനെ കാണാതായി 3 ദിവസം, 3-ാം ദിവസമാണ് യേശുവിനെ ദേവാലയത്തിൽ കണ്ടെത്തുന്നത്. ആ കണ്ടെത്തുന്ന വരെയുള്ള വ്യാകുലങ്ങൾ, മറിയത്തിൻ്റെ വ്യാകുലം യോസഫിൻ്റെയും ഉണ്ട്. ലൂക്കായുടെ സുവിശേഷം 2-ാമത്തെ അധ്യായം 42 മുതലുള്ള വചനങ്ങൾ, 41 മുതലുള്ള വചനങ്ങൾ. പിന്നെ കുരിശിൻ്റെ വഴിയിൽ വെച്ച് അമ്മ മറിയം യേശുവിനെ കാണുന്നു. അങ്ങനെ കൃത്യം അവിടെ എഴുതിയിട്ടില്ല, ബൈബിളിൽ എഴുതിയിട്ടില്ല. പക്ഷെ 2 വചനങ്ങൾ അവിടെയുണ്ട്. ഈ ജെറൂസലേം സ്ത്രീകൾ അല്ലേ, അവരോട് യേശു സംസാരിക്കുന്നുണ്ട് കുരിശിൻ്റെ വഴിയിൽ വെച്ച്. ലൂക്കായുടെ സുവിശേഷം 23, 27, 31. ആ സ്ത്രീകളുടെ കൂട്ടത്തിൽ, ജെറൂസലേം സ്ത്രീകളുടെ കൂട്ടത്തിൽ മറിയമുണ്ട് എന്നാണ് പാരമ്പര്യം. അങ്ങനെ വിശ്വസിക്കാൻ ഒരു തിരുവചന സാക്ഷ്യമുണ്ട്, കുരിശിന് താഴെ മറിയമുണ്ട്. അപ്പോൾ ജെറൂസലേം സ്ത്രീകളുടെ കൂട്ടത്തിൽ മറിയമുണ്ട്. പിന്നെ കാരണം കുരിശിന് താഴെ മറിയം നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ വഴിയിലാണ് പോയതെന്ന് ഈ 2 തിരുവചനങ്ങൾ കൂട്ടി വായിച്ചാൽ നമുക്കങ്ങനെ മനസ്സിലാകും. അതാണ് 4-ാമത്തെ വ്യാകുലം. കുരിശിൻ്റെ വഴിയിൽ വെച്ച് അമ്മ മകനായ യേശുവിനെ കണ്ടെത്തുന്ന ആ നിമിഷം. 5-ാമത്തത് യേശു കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന രംഗത്തിന് സാക്ഷിയാകുന്നു. അവിടെ ഇല്ലേ യേശു അമ്മയെ കാണുന്നു, താൻ സ്നേഹിച്ച ശിഷ്യനെ കാണുന്നു, അവരെ പരസ്പരം ഏൽപ്പിച്ചു കൊടുക്കുന്നു. അപ്പോൾ ആ രംഗങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന രംഗം, അതായത് കുരിശിന് താഴെ മറിയം നിൽക്കുന്നു. തൻ്റെ മകനാണ്, ഏകദേശം 33 വയസ്സുള്ള മകനാണ് കൊടും കുറ്റവാളിയെ പോലെ കൊലയ്ക്ക് കൊടുക്കപ്പെട്ട് കിടക്കുന്നത്. അത് ദൈവം മനുഷ്യനായ ആളാണെന്നും അവൻ നിരപരാധിയാണെന്നും അവൻ നമ്മുടെ പാപമാണ് അവൻ്റെ മേൽ അല്ലേ ഏറ്റെടുത്തിരിക്കുന്നതെന്നും പാപത്തിന് ശിക്ഷയാണ് ഏറ്റെടുത്തിരിക്കുന്നതെന്നും എന്നൊക്കെ മറിയത്തിന് അന്ന് മുഴുവൻ മനസ്സിലായിട്ടുണ്ടോ നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും തൻ്റെ മകൻ, സ്വന്തം മകൻ, താൻ പ്രസവിച്ച മകൻ അവിടെ കുരിശിലിങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. ഒരു ചിന്തിച്ചതൊക്കെ ഒരു അമ്മയുടെ വേദന. 5-ാമത്തത്. 6-ാമത്തത് യേശുവിൻ്റെ ഈ പാർശ്വം പിളർക്കപ്പെടുന്നതിന് സാക്ഷ്യം വഹിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 19-ാമത്തെ അധ്യായം 34 മുതലുള്ള വാക്യങ്ങൾ. യേശുവിൻ്റെ പാർശ്വം ഇല്ലേ, അവൻ മരിച്ചു കഴിഞ്ഞെന്ന് കണ്ടതിനാൽ ഒരു പടയാളി അവൻ്റെ പാർശ്വം പിളർന്നു. അതെല്ലാം വളരെ ദൈവശാസ്ത്രപരമായ കാര്യങ്ങളുണ്ട് അതിനകത്ത്. പക്ഷേ ശരീരത്തിൽ ഇല്ലേ, മരിച്ചു കിടക്കുന്ന മകൻ്റെ ശരീരം പിളർക്കുക, ഒരമ്മ കാണലേ, അമ്മ കണ്ടുകൊണ്ടിരിക്കുകയാണത്. അപ്പോൾ അത് എന്തുമാത്രം വേദനാജനകമാണ്. അതാണ് 6-ാമത്തെ വ്യാകുലം. 7-ാമത്തത് അരിമത്യക്കാരൻ ജോസഫും നിക്കോദെമോസും എല്ലാം ചേർന്ന് മറ്റ് സ്ത്രീകളുടെ സാന്നിധ്യത്തിൽ യേശുവിൻ്റെ ശരീരം കബറടക്കം ചെയ്യുന്നു. ആ കബറടക്കത്തിന് സാക്ഷിയാകുന്ന മറിയം, അതുമാണ് 7-ാമത്തെ വ്യാകുലം. ഇതെല്ലാം ഒന്നിന് പുറകെ ഒന്നായിട്ട് വരുന്നതാണ്. തിരുവചനങ്ങൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് നടക്കുന്ന സംഭവങ്ങളാണ്. അതിനാൽ തന്നെ ഇതിനകത്ത് ഇടയ്ക്ക് മറിയം മുങ്ങിപ്പോയി, ഇടയ്ക്ക് കാണാണ്ടായി എന്ന് പറഞ്ഞ് ശരിയാകില്ലല്ലോ. അതിനാൽ ഈ പറഞ്ഞ രംഗങ്ങളിലെല്ലാം മറിയത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് തന്നെയാണ് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നത്. ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ മറിയത്തെക്കുറിച്ച് മാത്രമല്ല, യേശുവിലേക്ക് വിരൽ ചൂണ്ടുന്ന മറിയത്തെയാണ് നമ്മൾ കാണുന്നത്. വെറും മറിയത്തെ കാണുകയല്ല, യേശുവിലേക്ക് കൈ ചൂണ്ടുന്ന മറിയം, യേശുവിൻ്റെ രഹസ്യങ്ങളിലേക്ക് കൈ ചൂണ്ടുന്ന മറിയം. ഈ പറഞ്ഞ രഹസ്യങ്ങളിലൊക്കെ മറിയം ധ്യാനിച്ചതുപോലെ ഇല്ലേ, നമ്മൾ ഇപ്പോൾ ഈ രംഗങ്ങളിലെല്ലാം ഇപ്പം നിങ്ങൾ ആ ബൈബിളിൽ, ഞാനിപ്പം സമയം കുറയ്ക്കാൻ വേണ്ടി ആ രംഗങ്ങൾ അവതരിപ്പിച്ചില്ല. ആ രംഗങ്ങൾ അവതരിപ്പിച്ചാൽ നമുക്കറിയാം മറിയം അതേക്കുറിച്ച് ധ്യാനിച്ചത് എങ്ങനെ. നമ്മൾ അങ്ങനെ മറിയത്തെ പോലെ മറിയത്തിൻ്റെ കൂടെ നിന്ന് ധ്യാനിക്കുമ്പോൾ യേശുവിൻ്റെ രഹസ്യത്തിലേക്കാണ് ആവാഹിക്കപ്പെടുന്നത്. അതാണ് മറിയം ആഗ്രഹിക്കുന്നത്. ഈ തിരുനാൾ ആഘോഷിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യവും അതുതന്നെയാണ്.
ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന മറ്റ് വിശുദ്ധരുടെ പേരുകളെല്ലാം ഇന്നത്തെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.